ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ വിവരിക്കുന്നത് സോൾഡറിംഗ് അയൺ. ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. സോൾഡറിംഗ് അയൺ എങ്ങനെ ഉപയോഗിക്കാം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ റയാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങാം. ഇന്ന് സോൾഡറിംഗ് അയൺ, അത് 220 വോൾട്ടാണ്. ഇത് 220 വോൾട്ട് സോൾഡറിംഗ് അയണാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്. അതിലെ ഇപ്പോൾ നല്ല പ്ലഗ് കുത്തി ഇപ്പോൾ വർക്കഡാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ സോൾഡറിംഗ് അയൺ ഉപയോഗിക്കുന്ന രീതികളും അതുപോലെയൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇലക്ട്രോണിക്സ് ഇത് ഓതറൈസ്ഡ് ആയിട്ടല്ലാത്ത ആളുകൾ ഒരിക്കലും ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കരുത്. കാരണം അത് സ്റ്റാറ്റിക് വോൾട്ടുകൾ, കപ്പാസിറ്ററിലൊക്കെ ഹൈ വോൾട്ട് സ്റ്റാറ്റിക് വോൾട്ടുകൾ ഉണ്ട്. അത് ഷോക്ക് നല്ല രീതിയിൽ തന്നെ ഷോക്ക് അടിക്കും. അപ്പോൾ അത് ഡേഞ്ചറായിട്ടുള്ള ചില സർക്യൂട്ടുകൾ, പവർ ഏരിയകൾ ഡേഞ്ചറായിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അറിയാത്തവരും അതുമായി ധാരണയില്ലാത്തവരും ഇത് ഉപയോഗിച്ചാൽ അത് അപകടം വരുത്തും എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ എങ്ങനെയാണ് സോൾഡറിംഗ് അയൺ ഉപയോഗിക്കാം? അപ്പോൾ സോൾഡറിംഗ് അയൺ ഉപയോഗിക്കുന്ന മുമ്പായിട്ട് അതിൻ്റെ ലീഡ് നമുക്ക് ക്ലീൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ ലീഡ്. ഇതിൻ്റെ ഇവിടെ കാരണം കറുത്ത ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഒരു സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ, സോൾഡറിംഗ് അയണിൻ്റെ സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് സാധാ വെള്ളം, ഡ്രിങ്കിങ് വാട്ടറാണ്, അത് ഒഴിച്ചിട്ട് അതിന് സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ സോൾഡറിംഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് നമ്മൾ സ്റ്റാൻഡ് കരുതണം മുമ്പായിട്ട് തന്നെ. കാരണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഈ സ്റ്റീലിൻ്റെ സാധാ ഒരു മരക്കട്ട അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇതൊക്കെ ഉപയോഗിക്കാറ്. മരക്കട്ടൊക്കെ പോകുമ്പോൾ ഈ ലീഡ് കരി വന്നിട്ട് അവിടെ അതിൻ്റെ നീറ്റ്നെസ് പോകും. അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു സ്റ്റാൻഡ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉപകാരമായിരിക്കും. അതുപോലെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ചൂട് നമ്മുടെ ശരീരത്തിൽ പൊള്ളും. ഫസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പൊതുവായിട്ട് കൈയും കാലൊക്കെ കൈമേലൊക്കെ നല്ല പൊള്ളൽ സാധാരണയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശരീരം പൊള്ളാതെ ശരീരത്തിൽ സ്റ്റാൻഡ് നല്ലൊരു ഇത് വേണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഇത് സ്റ്റാൻഡിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് ഇങ്ങനത്തെ മരത്തിൻ്റെ മയക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ലീഡ് നല്ല ക്ലീൻ ചെയ്യാം. ക്ലിയറായി കാണാൻ ഇപ്പോൾ കണ്ടില്ല, നീറ്റായിട്ട് നല്ലതായിട്ട് അതിൻ്റെ ലീഡ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മളിടയ്ക്ക് നല്ല ചെയ്യണം. എന്നാലും നമ്മൾക്ക് എന്താ പറയുക, മറ്റ് കരിഞ്ഞു ആകുമ്പോൾ ചിലപ്പോൾ നല്ല സോൾഡർ ബോർഡിൽ പിടിക്കും. ബോർഡൊക്കെ ചിലപ്പോൾ നല്ല കുറേ വട്ടം നമ്മൾ ചെയ്യുമ്പോൾ ബോർഡ് പിണ്ട് കട്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ പെട്ടെന്ന് സ്മൂത്തായിരിക്കണത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഇനി നമുക്ക് അതുപോലെ സോൾഡറിംഗ് അയൺ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഡിസോൾഡറിംഗ് പമ്പ്. ഡിസോൾഡറിംഗ് പമ്പ് നമ്മളെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി, പിടിക്കുന്ന രീതി ഇതൊക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ പ്രത്യേക ഒരു രീതിയിൽ തന്നെ പിടിച്ച് ശീലിക്കണം നമ്മൾ. കാരണം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടുള്ളൂ, നമുക്ക് ഇങ്ങനെ ഫക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസോൾഡിങ് പമ്പ്, പിന്നെ തിരിച്ച് നമ്മൾ കമ്പോണൻറ്റുകൾ പിടിക്കാനൊക്കെ ഫ്ലക്കർ ഉപയോഗിക്കാം. അതുമായിട്ട് ഫ്ലെക്സ്, ഇത് അതിൻ്റെ ഉപയോഗം വിവരിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ബോർഡാണ്, ഇത് പവർ ബോർഡാണ് LCDയുടെ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റുകൾ നമുക്ക് എങ്ങനെ എടുക്കാം എന്നൊരു ചെറിയൊരു രീതിയിൽ വിവരിക്കുന്നത്. ഇത് ഒരിക്കലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഇല്ല, ജസ്റ്റ് പറഞ്ഞു പോകാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റുകളും പരിധികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ടും ഇതൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ല പൊതുവെ, അത് പറയണം. അപ്പോൾ നമ്മൾ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിവരിക്കേണ്ട ആ വിഷയങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും, ഓരോ വിഷയങ്ങൾ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ ഇനി കൂടുതൽ വിവരിക്കേണ്ട, അപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ സോൾഡർ നമുക്കൊരു കമ്പോണൻറ്റ് എടുക്കുന്ന രീതി ഒന്ന് വിവരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സോൾഡർ, ലെഡ് ആൻഡ് ടിന്ന്, ഇതാണ് സോൾഡർ. ഇതിൻ്റെ ഇതെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. 0.8 mm ആണ് ഇത്. ഇപ്പോൾ ലെഡ് ആൻഡ് ടിന്ന് സോൾഡർ, ഇതാണ് സംഗതി. ഇത് നമ്മൾ ഫ്ലക്സ് ചേർത്തിട്ട്, ഇത് ഫ്ലക്സാണ്.
ഫ്ലക്സ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുക, സോൾഡർ ഉപയോഗിച്ച് ജസ്റ്റ് നമ്മളിപ്പോൾ സോൾഡറിങ് പമ്പ് കുറച്ച് സ്ലോപ്പായിട്ട് പിടിക്കണം. അതായത് സ്ലോപ്പായിട്ട് പിടിച്ചാലാണ് നല്ല രീതിയിൽ ഫ്ലക്സ് വരിക. ഇല്ല, നല്ല രീതിയിൽ ഇങ്ങനെ സൈഡ് സ്ലോപ്പായിട്ട് പിടിച്ചിട്ട് അതുപോലെ നമുക്ക് സോൾഡർ ചെയ്യണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ലെഡ് ടിന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. സോൾഡർ എടുത്ത് ഒന്നുകൂടി പറഞ്ഞിട്ടാം. ഇതിപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്ലോപ്പായിട്ട് സോൾഡർ പമ്പ് പിടിച്ചിട്ട് വലിച്ചാൽ മതി ഒറ്റ. ഓക്കെ, അത് കഴിഞ്ഞ് അത് നമ്മൾ ചെയ്യാവുന്നതാണ്. അതങ്ങനെ. പിന്നെ അതുപോലെ നമുക്ക് ഒരു സർക്യൂട്ട് അല്ലാതെ ഒരു വയർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ രണ്ട് സൈഡ് രണ്ട് വയറിൻ്റെയും എൻഡ് നല്ല സ്മൂത്തായിട്ട് സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് വയറും തമ്മിൽ യോജിപ്പിക്കണം. അപ്പോൾ നമുക്കത് ജസ്റ്റ് തിരിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ടേബിൾ വെച്ച് ആകുമ്പോൾ കാണൂല. ക്യാമറ വീഡിയോ എടുക്കുന്നതും ഇതെല്ലാം ഒരാളായതുകൊണ്ട് വീഡിയോ ഇത് കിട്ടൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറേ ടൈം എടുക്കുന്നുണ്ട്, അത് ബോറടിക്കും. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ചും പറയാനുള്ളത്, ധരിക്കേണ്ടത് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക. ഇതിപ്പോൾ മുന്നേ പറയേണ്ട വിഷയമായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിപ്പോൾ ഹുക്കപ്പ് വയർ ഇത് ഓൾറെഡി സോൾഡർ ചെയ്ത ഒരു വയറാണ്, അതുകൊണ്ട് വിഷയമല്ല. ഇതിപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ഡയറക്റ്റ് ഒറ്റ വയർ ജോയിൻ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് സ്ലീവ് ഇൻസുലേഷൻ ടാപ്പൊക്കെ ചുറ്റിയാൽ മതി. ജസ്റ്റ് ഇതെങ്ങനെ ഉപയോഗിക്കുന്ന രീതി ഒന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് സാധാരണ സിവിയർ ലൈറ്റൊക്കെ വെച്ച് ജസ്റ്റ് അത് ചൂടാക്കിയാൽ മതി. ഇത് ആ സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുക സാധാരണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് എന്താ ചെയ്യുക, ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സാധാരണ ലൈറ്റർ വെക്കേണ്ടതാണ്. നേരത്തെ ഒഴിവാക്കിയല്ലോ, അത് കുറച്ച് ഡയമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നല്ലൊരു ഇതിപ്പോൾ നമ്മൾ സ്ലീവ് കൊടുക്കേണ്ടത് സംഗതിയാണ്. ഇതൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അത് ഒരു വീഡിയോയിൽ ഒതുക്കിയിട്ടുള്ളൂ. നമുക്കൊരു സ്ലീവ് കൊടുക്കും. ഇൻഷാല്ലാ വേറൊരു വീഡിയോ അതിന് വേണ്ടി ചിലപ്പോൾ ഇറക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടുണ്ട് തന്നെ അത് ജോയിൻ്റ് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലത്തെ അതാണ് ഈ സോൾഡറിങ് അയൺ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഉപയോഗിക്കുന്ന രീതി, ചൂട് ശരീരം പൊള്ളാതെ പിടിക്കുന്ന രീതിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇത് സോൾഡർ അയൺ ഉപയോഗിക്കുന്ന ഫ്ലഗ് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ വിരിച്ചപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ടെക്നിക്കലായിട്ട് അറിയുന്നവരായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നവർ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ ഐഡിയകൾ കമൻ്റായിട്ട് അയക്കേണ്ടതാണ്. താങ്ക് യു.